ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ, ഇതെനിക്ക് ഒരു ആഗ്രഹം പോലെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് യൂട്യൂബിൽ ഇടണം എന്നുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട്. രാവിലെ തന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് മുറ്റത്ത് പോയി നോക്കുമ്പോൾ കാണാം മുറ്റൊക്കെ വൃത്തിയാക്കി പണിയെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ നേരെ ക്രാഫ്റ്റ് പ്ലേസിൽ പോയിട്ട് ഞാൻ ഉണ്ടാക്കിയ സദ്യ ആ പെട്ടിൻ്റെ മുകളിൽ നിന്നും എങ്ങനെ അതെടുത്ത് മാറ്റാം എന്നുള്ളൊരു ട്രയലിലാണ്. അങ്ങനെ ഞാൻ നൂലൊക്കെ വെച്ച് ട്രൈ ചെയ്തെങ്കിലും നൂലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമേ ഇല്ലായിരുന്നു. കാരണം ജസ്റ്റ് അതിൻ്റെ ആ ഒരു ടൂൾ ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്യുന്നൊരു ക്ലേയോ ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ടൂള്, ആ ഒരു ടൂള് വെച്ചിട്ട് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ഇളകി കിട്ടിക്കോളും. അത് വെച്ചിട്ട് ഇളക്കാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് മൊത്തത്തിൽ പോയിട്ട് കൈ കിട്ടുമെന്ന്. പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലടാ. ഇനി ഇതൊന്ന് വാർണിഷ് ചെയ്തെടുക്കണം. സംഭവം വേറൊന്നുമല്ല, ഗം വെള്ളത്തിലാക്കിയിട്ട് അതിങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. പക്ഷേ അത് ചെയ്യുന്ന വീഡിയോ എന്നോട് എടുക്കാൻ മറന്നുപോയി. ഇത് കയ്യിൽ വെക്കുമ്പോൾ ഒട്ടും വെയിറ്റും ഇല്ല. ഇപ്പം എന്താ ഇപ്പം പറയുക, ആദ്യം ഉണ്ടായിരുന്ന ഒരു പഞ്ഞിമുട്ടായിൻ്റെ ഫീൽ പോലും ഇല്ലാത്ത അവസ്ഥയിൽ. ഇനി അതിപ്പോൾ എവിടെ വെക്കും എന്നായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. അവസാനം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചല്ലേ പറ്റൂ. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ എങ്ങനെയൊക്കെ വെച്ചു. എനിക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഉണ്ടായിരുന്ന വിഷമം എന്താണെന്നറിയോ, ഇനിയിപ്പോൾ ഇതൊരു 9 മിനിറ്റ് വരെ വീഡിയോ ഉണ്ടെങ്കിൽ ആ മിനിറ്റ് വരെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടേയിരിക്കണം. എനിക്കിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നോ കോംപ്രമൈസ് ആണ്. ഇടയ്ക്കിടെ ഇങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിപ്പോൾ ഷോർട്സ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയായാലും എനിക്ക് ഈ വായി വിടാതെ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കണം. അതിനുശേഷം ഇതേ ഞാൻ എപ്പോഴോ ഒരു ദിവസം പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ ഒക്കെ പകുതിക്കൊന്ന് എടുത്ത് വെച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ച ആ ഐലൈനറിൻ്റെ കുപ്പിയുണ്ട്. ഇതിപ്പോഴും ഒരുത്തന്നെ ഉണ്ടായിരുന്നല്ലേ. എന്നെക്കൊണ്ട് എന്ത് ക്രാഫ്റ്റ് ചെയ്യും എന്നുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ. ഞാൻ ഒരു ഷോർട്സിൽ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ മേശമിൽ നമ്മൾ ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യാനും ഇപ്പുറത്തെ മേശമിൽ ആക്രികൾ പിന്നെ എൻ്റെ ടൂൾസൊക്കെ വെക്കാനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മേശമിൽ എന്താ പറയുക, ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അത് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടു. ഇതിപ്പോൾ പണ്ടെപ്പോഴോ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ചോക്ലേറ്റിൻ്റെ പെട്ടി ഞാൻ അങ്ങോട്ട് എടുത്തു. അതിൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെയോ ആക്രികൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. ഇത് മറ്റേ നെറ്റ് പോലത്തെ ആ സാധനമാണ്. ഇത് 2 വാട്ടർ കളറാണ്. അതിൻ്റെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. അതിൻ്റെ മുകളിലൊക്കെ പെയിൻ്റ് ഒക്കെ അടിച്ച് മുഴുവൻ കോളാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനും ഉള്ളിൽ വരെ പെയിൻ്റ് അടിച്ചു. അവസ്ഥ വളരെ പരിതാപകരമാണ് ഗൈസ്. അതിനുശേഷം ഈ ത്രെഡില്ലേ, മറ്റേ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ത്രെഡ്, അതുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു സൂചി ഉണ്ടായിരുന്നു. കൂടുതൽ കളിച്ച് ഞാൻ കൊത്തും ഗൈസ്, ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അതിനുശേഷം 2 സ്റ്റിക്ക് ഇരിപ്പുണ്ടായിരുന്നു. സാധനം എന്താണെന്നറിയോ, എൻ്റെ അരിയത്തുള്ളൊരു കടയുണ്ട്. ആ കടയിൽ പോയ സമയത്ത് ഈ ഒരു സാധനം കണ്ടു. അപ്പോൾ ആളോട് ചോദിച്ചു ഇത് എനിക്ക് തരുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അടുത്തു. എനിക്ക് തോന്നുന്നു ഞാൻ 2024 മറ്റേ അത് വാങ്ങിച്ചു വെച്ചാണ്. ഇത്രയായിട്ടും ഞാനത് യൂസ് ചെയ്തിട്ടില്ല. വേറൊന്നുമില്ലടാ, ഇതിനെ കൊണ്ട് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ തീരാനായ വാഷി ടാപ്പ്, വൈറ്റ്നർ, പിന്നെ ടാപ്പ് തീർന്നിട്ട് അതിൻ്റെ റോള് ഉണ്ട്, പിന്നെ അതുപോലെ ഷാർപ്നർ, ഇറൈസർ, പിന്നെ കുറേ ക്ലിപ്സ്, പിന്നെ സ്റ്റാപ്ലർ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന 2 സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, മുകളിലും താഴെയൊട്ടിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ. അതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെയോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ റിബൺസൊക്കെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാനായിട്ട് വാങ്ങിച്ചല്ല. ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ട് തന്നെയാണ്. ഇതൊക്കെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ സൂക്ഷിച്ചു. എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഇവിടെ ഫുൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നറിയില്ല, എൻ്റെ ഒരു വീക്ക്നെസ്. ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് ഇനി എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി. അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. അതിനുശേഷം ഇതൊക്കെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇതൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നോട് മറന്നുപോയി എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ എടുക്കാനും അതിന് ശേഷമുള്ളത് എടുക്കാനും. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് അതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വരച്ച കുറച്ച് ചിത്രങ്ങളൊക്കെ എനിക്ക് കിട്ടിട്ടോ. ഇതിൻ്റെ അകത്ത് 3 ഡ്രോയിങ് ബുക്സ് ഉണ്ട്. ഇതിലൊക്കെ ഞാൻ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ പറ്റുമായിരിക്കും. ഞാൻ വരച്ചത് അതിന് മാത്രം വലിയ രസമൊന്നുമില്ലടാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു തരാതിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തന്നെ ചോദിക്കും, അയ്യേ ഇതൊക്കെയാണോ നീ വരച്ച് വെച്ചിട്ടുള്ളത്. ഇടയ്ക്ക് ഞാൻ ചെയ്ത ജേർണൽസ് ആയിക്കോട്ടെ, വരച്ചതായിക്കോട്ടെ, ക്രാഫ്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് നോക്കിയിരിക്കും കേട്ടോ. അതെനിക്കെന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു കാര്യമാണ്. ഒക്കെ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ വരച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് കേട്ടോ. അതുവരെയും ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ ഞാൻ വരച്ച് വെച്ചതെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. സ്കൂളിൽ ഡ്രോയിങ് പീരീഡ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരക്കാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ച് വെക്കുന്ന കൂട്ടത്തിൽ വരച്ച സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ടീച്ചർ കറക്റ്റും ചെയ്യും. അയ്യോ ഈ സാധനം നിങ്ങൾ നോക്കരുത്, അത്രക്കും പരിതാപകരമാണ് ഇതിൻ്റെ അവസ്ഥ. നിങ്ങൾ കണ്ടു എന്നറിയാം, എന്നാലും പ്രശ്നമില്ല.
പിന്നെ ഈ സാധനം ഞാൻ പണ്ടൊരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അതായത് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. അത് ഭംഗിയുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പെയിൻസൊക്കെ വെക്കുകയാണ്. പക്ഷേ ആ പേസ്റ്റൽ പെയിൻസ് അതിൽ വെക്കാൻ പറ്റുന്നില്ല. കാരണം അത് കുറച്ച് വണ്ണമുള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നിട്ടില്ല. അതുകൊണ്ട് മുകളിലത്തെ തട്ടിൽ വേറൊരു എന്തോ ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം ഇതുപോലെ ഫുൾ ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെ സദ്യയൊക്കെ നമ്മൾ ഫുൾ വാർണിഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വാർണിഷ് ചെയ്തതും വാർണിഷ് ചെയ്യാത്തതും എല്ലാം ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയായപ്പം ബോറടിച്ച സമയത്ത് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ കൂടെ ടെൻറ്റിലൊക്കെ കയറി കളിച്ചു കേട്ടോ. പക്ഷെ കളിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി എന്നോട് മറന്നുപോയി. പിന്നെ വൈകുന്നേരം ആയപ്പം വീട്ടിൽ പായസം ഉണ്ടാക്കി. ഞാനതൊക്കെ കുടിച്ചു. പക്ഷെ വീഡിയോ എടുത്തത് എല്ലാം തീരാനായപ്പോഴായിരുന്നു. അതിനുശേഷം പുറത്തുനിന്ന് ബോണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു ബോണ്ട എടുത്ത് വെച്ചു. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ മുറ്റത്തിറങ്ങുക, അത് അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം കാറൊന്നും ഓടിക്കാൻ അറിയില്ലെങ്കിലും അറിയാമെന്നുള്ള ജാടിയോടുകൂടി അതിലത്തെ കയറി ഇരുന്ന പോലത്തെ കുറച്ച് വീഡിയോസ് എടുക്കണം. ഇത് ഞാനിപ്പം കാറിൻ്റെ ഗ്ലാസിൻ്റെ പുറത്ത് നിന്നെടുത്ത വീഡിയോ ആണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ അല്ലേ. അതിനുശേഷം ഈവനിങ് ജേണൽ. ഇങ്ങനെയൊക്കെ ജേണൽ ചെയ്യൂ? അങ്ങനെയല്ലടാ, ഞാൻ എൻ്റെ ജേണലിൻ്റെ ബുക്ക് തുറന്ന സമയത്ത് അതിലിതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ജേണൽ സപ്ലൈസ് കണ്ടു. അവളുടെ അടുത്ത് ജേണൽ സെറ്റ് ഉണ്ട്, എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് അവളുടെ വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ ജേണലൊക്കെ ചെയ്യുന്ന സമയത്ത് അവൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ജേണൽ സപ്ലീസ് ആണിത്. ഇത് വെച്ചിട്ട് ഇതുപോലെ ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 മെമ്മോ പാഡും അതുപോലെ ഒരു ഈ ഡെക്കറേഷനൊക്കെ ചെയ്യാനുള്ള ഷീറ്റില്ലേ, അതും ഉണ്ടായിരുന്നു. അതിന് വയലറ്റ് കളറായിട്ട് വയലറ്റ് ബോർഡർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 മെമ്മോ പാഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു മെമ്മോ പാഡ് വെച്ചിട്ട് ജേണൽ ചെയ്തിട്ട് ഒരു മെമ്മോ പാഡ് ബാക്കി ഉണ്ടായിരുന്നു. ഇനി അത് അടുത്ത ജേണലിന് യൂസ് ചെയ്യാം. ആടെ 2024 എന്നുള്ളത് മൈൻഡ് ചെയ്യണ്ട. ഞാനിതിപ്പോൾ 2025 ജേണൽ ചെയ്യുന്നത്. പക്ഷേ ഇത് 2024 ഡയറി ആയിപ്പോയി. അതിനുശേഷം കുറച്ച് കവായ് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് അതിനെന്തൊക്കെയോ ജേണൽ സപ്ലൈസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിൽ എഴുതിയിട്ട് ഇങ്ങനെ കുത്തി നടക്കുകയാണ്. ആ 2024 ഞാൻ പിന്നീട് കുത്തിയിട്ടുണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം രാത്രിയായി. അപ്പം ഞാനൊരു സാധനം ഉണ്ടാക്കി. എനിക്ക് തന്നെ ബോറടിക്കുന്ന സമയത്ത് കഴിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ബട്ടർ അത് ഓപ്ഷണലാണ്. അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അവോക്കാഡോ സ്നാക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചാൽ മതി. അതിനുശേഷം ഇത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം അപ്പോഴത്തേക്കും അത് കാലിയായിട്ടുണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രി ഫുഡ് ചപ്പാത്തി ആണെങ്കിൽ ഞാൻ ചോറാണ് കഴിച്ചത്. ശേഷം കുറച്ച് നേരം ടാബ് കളിച്ചിരുന്നു. അത്രേ ഉള്ളൂ. ബൈ ബൈ.